കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളം എടപ്പറമ്പ് തോട് സംരക്ഷിക്കാൻ കയർ ഭൂവസ്ത്രം വിരിച്ച് ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് കയർ ഭൂവസ്ത്രം വിരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനാണ് എല്ലാ പ്രവൃത്തിയും മുൻതൂക്കം കൊടുക്കുന്നത്. ഗവൺമെന്റ് കാണുന്നതല്ല, ഒരു പ്രാവശ്യം ഒരു പദ്ധതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. കാരണം അത് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. ഓരോ വർഷവും ചെയ്യുമ്പോൾ പിറ്റത്തെ വർഷവും അതേ ആളുകൾക്ക് അല്ലെങ്കിൽ അതേ പ്രദേശത്ത് കിട്ടാതെ മറ്റൊരു പ്രദേശത്തോ മറ്റൊരാൾക്കോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ വർഷവും തോടൊക്കെ എല്ലാ വർഷവും വൃത്തിയാക്കണം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതേ ഒരു ശാസ്ത്രീയ രീതി തന്നെയാണ് കയറ് വിരിച്ചിട്ട് നമ്മൾ മണ്ണിടിയുന്നത് ഒഴിവാക്കാൻ. അല്ലെങ്കിൽ കൈത വെക്കാറുണ്ട്, ഞങ്ങളുടെ പ്രദേശത്ത് കൈത വെച്ചത് പണ്ട കാലത്ത്. ഇപ്പം ഒന്നും വെക്കാത്തതിന് പകരമായിട്ടാണ് ഇപ്പോൾ കയറ് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു പ്രവൃത്തിയാണ് ഇത്, നമ്മൾ സംരക്ഷിക്കണം. ഇതിനകത്ത് ഇതുപോലെ രാമറ്റം അല്ലെങ്കിൽ മറ്റുള്ള കമ്പുകളൊക്കെ കുത്തിയിട്ട് മുളച്ച് ഇടിഞ്ഞു വീഴാത്ത രീതിയിൽ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തിയാലാണ് നമുക്കിത് ഉപയോഗം. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറക്കുളം എടപ്പറമ്പ് തോടിലാണ് കയർ ഭൂവസ്ത്രം വിരിക്കൽ ആരംഭിച്ചത്. MGNREG പദ്ധതിയുടെ ഭാഗമായാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. 500 മീറ്ററിൽ നിർമ്മാണം നടന്നു കഴിഞ്ഞു. കയർ ഭൂവസ്ത്രം വിരിച്ച ബണ്ടിൽ കുടുംബശ്രീ പ്രവർത്തകരെ ഉപയോഗിച്ച് രാമച്ചം നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്കും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ BU സുജിത അധ്യക്ഷയായി. വാർഡ് മെമ്പർ അബൂബക്കർ സ്വാഗതം പറഞ്ഞു. AE രഞ്ജിത്ത്, ADS അജിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.